ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പന്മന ശരവണനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യുവ ഗജവീരന്മാരിൽ പ്രധാനിയാണ് പന്മന ശരവണൻ. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരെയാണ് പന്മന എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഗജവീരനാണ് പന്മന ശരവണൻ. പന്മന ശരവണനെ നടക്കിരുത്തുന്നത് 2007 ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പന്മന ശരവണൻ എത്തിയപ്പോൾ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ശരീരം തണുപ്പിക്കുകയും ദാഹമകറ്റുകയും ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഹരിപ്പാട് ഡെപ്യൂട്ടി ഓഫീസിന് കീഴിലാണ് പന്മന ശരവണൻ വരുന്നത്. ഹരിപ്പാട് ഡെപ്യൂട്ടി ഓഫീസിന് കീഴിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലെയും എഴുന്നള്ളിപ്പ് ഇപ്പം പന്മന ശരവണൻ എടുക്കുന്നുണ്ട്. നടക്കിരുത്തിയ സമയങ്ങളിലൊക്കെ പ്രായത്തിൻ്റേതായിട്ടുള്ള കുസൃതികൾ പന്മന ശരവണൻ കാണിച്ചിട്ടുണ്ട്. വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു ആനയാണ് പന്മന ശരവണൻ. എങ്കിലും ചെറിയ തോതിലുള്ള പേടി പന്മന ശരവണനുണ്ട്. ഒരിക്കൽ ശബരിമലയിൽ വെച്ച് ആന തെറ്റി ഓടുകയുണ്ടായിട്ടുണ്ട്. പിന്നീട് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വെച്ചും പന്മന ശരവണൻ ഒരു പ്രാവശ്യം തെറ്റുകയുണ്ടായിട്ടുണ്ട്. അതായത് കോവിഡ് കാലത്ത് ആ റെസ്ട്രിക്ഷൻസൊക്കെ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ പന്മന ശരവണൻ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വരികയും ഈ പ്രാവിൻ്റെ എന്തോ സൗണ്ട് കേട്ട് പന്മന ശരവണൻ തെറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നേരം തന്നെ പാപ്പന്മാരായ വിഷ്ണുവും അന്ന് രാജു ചേട്ടനും ഉണ്ടായിരുന്നു. അവർ രണ്ടും കൂടെ പെട്ടെന്ന് ആനയെ പിടിച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് വിരണ്ടോടുന്ന സ്വഭാവമൊക്കെ പന്മന ശരവണൻ്റെ മാറിയിട്ടുണ്ട്. ഏകദേശം 34 വയസ്സ് പ്രായമുണ്ട് പന്മന ശരവണന്. അതുപോലെ ആനയുടെ ലക്ഷണത്തെപ്പറ്റി പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റും പിന്നെ കറുത്ത നിറം, അതായത് മറ്റാനകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല കറുത്ത കരി അഴകുള്ള ആനയാണ് പന്മന ശരവണൻ. 3 വർഷം മുമ്പ് പന്മന ശരവണൻ ഒന്ന് വൈറലായിട്ടുണ്ട്. അത് അതിൻ്റെ വീഡിയോ എല്ലാം യൂട്യൂബിലും എല്ലാം വൈറലായിട്ടുള്ളതാണ്. അതായത് ഒരു കല്യാണ ചെറുക്കനും പെണ്ണിനെയും മടലെടുത്തെറിഞ്ഞ് ഭാഗ്യം കൊണ്ട് അവരുടെ ദേഹത്ത് കൊണ്ടില്ല, അതുപോലെ അളർന്ന് കുറിച്ച് എറിഞ്ഞതുപോലെയുള്ള ഒരു എയറായിരുന്നു അത്. അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പന്മന ശരവണൻ്റെ സ്വഭാവത്തിൽ വളരെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ആ വിരണ്ടോടുന്ന സ്വഭാവവും അങ്ങനെയൊക്കെയുള്ള പ്രകൃതവും എല്ലാം മാറി ഇപ്പം നല്ല ഒരു തിടമ്പാനയായി മാറിയിട്ടുണ്ട്. ഹരിപ്പാട് ഗ്രൂപ്പിലും മറ്റ് ഗ്രൂപ്പുകളിലും എല്ലാം സാന്നിധ്യമായിട്ട് പന്മന ശരവണൻ പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അമ്പലപ്പുഴ, വാഴപ്പള്ളി, എൻ്റെ അറിവിൽ ഞാൻ കണ്ടത് അതേ ഉള്ളൂ. പിന്നെ പന്മന കൊല്ലം ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലെല്ലാം പന്മന ശരവണൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വളർന്നു വരുന്ന ഗജവീരന്മാരിൽ ഒരു യുവരാജ പ്രജാപതിയായി പന്മന ശരവണൻ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. പന്മന ദേശാധിപതിദാസൻ പന്മന ശരവണന് എല്ലാ ആശംസകളും നേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.